ഇപ്പൊ നമ്മുടെ ലൈഫ് ഞാനൊരു എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 20-80 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 20% ആണ് നമ്മുടെ ലൈഫിൽ ഫെയിലിയർ, സെറ്റ് ബാക്സ്, ആക്സിഡന്റ്, അസുഖം, സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഒരു 20% സംഭവിക്കുന്നുള്ളൂ. 80% നമ്മുടെ ലൈഫിൽ കുഴപ്പമില്ലാത്ത ദിവസങ്ങൾ, നല്ല കാര്യങ്ങളൊന്നും നമ്മൾ സമ്മതിക്കില്ല, അത് നമ്മുടെ മനസ്സ് സമ്മതിക്കില്ലല്ലോ. 80% നമ്മുടെ ലൈഫിൽ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ്. പക്ഷെ നമ്മുടെ മൈൻഡ് കിടക്കുന്നത് 80%-ലല്ലോ. നമ്മുടെ മൈൻഡ് കിടക്കുന്നത് 20%-ലാണ്. എന്നിട്ട് അത് സ്ട്രെച്ച് ചെയ്ത് 200% പ്രോബ്ലം ആണെന്ന് നമ്മളെ കൂടെ വരുത്തി തീർക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തില് പ്രശ്നം മുഴുവൻ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ സിറ്റുവേഷനിലല്ല. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു വ്യത്യാസം വരുത്താൻ സാധിച്ചാൽ, അപ്പൊ ഈ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്താനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്നുള്ള സംഭവം. ഓഷോ അദ്ദേഹത്തിന്റെ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കപ്പ് കോഫി കുടിക്കുമ്പോൾ പോലും നിങ്ങൾ അതിൽ ദൈവത്തെ കാണുക. അതെ, എക്സാക്ട്ലി. അപ്പൊ നമ്മൾ വൈകുന്നേരം ഇതുപോലെ ജേർണൽ എഴുതുമ്പോൾ നമുക്ക് ആ നല്ലൊരു കോഫി കുടിച്ചതുപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് നമുക്ക് എഴുതാൻ സാധിച്ചാൽ നമ്മൾ സക്സസ് ആയി തന്നെയല്ലേ എന്റെ അർത്ഥം. ഈ ഇപ്പൊ എലിസബത്ത് പറഞ്ഞില്ലേ കോഫി കുടിക്കാന്നുള്ള സംഭവം, നമ്മൾ കോഫി കുടിക്കുമ്പോൾ 100% അത് ആസ്വദിച്ച് അതിന്റെ ഫ്രേഗ്രൻസ്, അതിന്റെ അരോമ, അതിന്റെ ബ്ലെൻഡിങ്, അതിന്റെ ടേസ്റ്റ്, അതിന്റെ ടെക്സ്ചർ, അതിന്റെ കളർ, ഇതെല്ലാം നോക്കിയിട്ടൊരു ആസ്വാദനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. നമ്മൾ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ കോഫി കുടിക്കുന്നത്. വല്ലതും ആലോചിച്ച് എന്താ ഉള്ളിലേക്ക് പോകണമെന്ന് പോലും നമുക്ക് അത് അറിയാത്തത്, അത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മയാണ്. നമ്മുടെ മനസ്സിലുണ്ടോ? കാരണം ഇപ്പോ ഞാൻ കുടിക്കുന്ന ഈ ചൂട് സ്വാദിഷ്ടമായ കോഫി കുടിക്കാൻ ഇന്ന് ലോകത്ത് എത്ര പേർക്ക് അതിനുള്ള യോഗ്യത ഉണ്ട്? എനിക്ക് അതിനുള്ള സാധിച്ചില്ല എന്നുള്ളൊരു നന്ദിയോടുകൂടി നമ്മൾ കുടിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ കോഫിയുടെ കാര്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പൊ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരിക്കൽ ദുബായിൽ ഒരു വലിയ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈലി റിച്ച് ആയിട്ടുള്ള, എന്താ പറയാ, ഭയങ്കര ഹൈലി പെയ്ഡ് സാലറി വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ മിനിമം 10-15 ലക്ഷം മാസം ശമ്പളം വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് ആണ്. അപ്പൊ ഞാൻ വെറുതെ അവരോടൊന്ന് ചോദിച്ചു, വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വാച്ച്ഡ് എ സൺസെറ്റ് എന്ന്? അവസാനം നിങ്ങൾ എപ്പോഴാണ് ഒരു സൂര്യാസ്തമയം നോക്കിയിരുന്നത്? അപ്പൊ അവരിങ്ങനെ പരസ്പരം നോക്കുകയാണ്. അവർക്കത് ഓർക്കാൻ പറ്റണില്ല. അപ്പോൾ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ആസ്വദിക്കാൻ അവർക്ക് പറ്റുന്നില്ല. സൂര്യാസ്തമയം ഇതൊക്കെ എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ്. അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞത് ജുമേറ ഒരു ബീച്ചിലാണ് അയാളുടെ ഇതുള്ളത്, വില്ല ഉള്ളത്. അയാൾ ജനൽ തുറന്നാൽ കാണുന്നത് ബീച്ചാണ്. പക്ഷെ ആ ബാൽക്കണിയിൽ അയാൾ പോയി നിന്നത് എപ്പോഴാണ് ലാസ്റ്റ് ടൈം അയാൾ ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് സൗഭാഗ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞ് എന്താ പറയാ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ നമുക്ക് പറ്റാത്തത് അതൊരു നന്ദികേടിന്റെ പ്രശ്നമാണ്. അല്ലേ? കറക്റ്റ് അല്ലേ? എനിക്ക് എന്തെല്ലാം ഉണ്ടെന്നുള്ളതിലല്ലോ, എനിക്കുള്ളതിൽ എനിക്ക് നന്ദിയുണ്ടോ, എനിക്കുള്ളത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിലാണ് കാര്യം. അല്ലാതെ എനിക്കുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഞാൻ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ ദരിദ്രനാവും എന്ന് പറയാൻ കാരണം എന്താ അറിയോ? പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ അവന്റെ എന്തുണ്ടോ അതും കൂടി നഷ്ടപ്പെട്ടിരിക്കും കേട്ടോ. അക്കാര്യത്തിൽ സംശയമില്ല. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.